കേരള കത്തോലിക്ക സഭ KCBC മെത്രാന്മാരുടെ ആ സമിതി വളരെ വ്യക്തമായും ശക്തമായിട്ടും വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അത് പഠിക്കുകയും അത് പത്രമാധ്യമങ്ങളിലൂടെ സഭയുടെ കേരള കത്തോലിക്ക സഭയുടെ എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ ഉന്നത സമിതിയായ മെത്രാന്മാരുടെ ആ സിനഡ് ഇതുപോലെ തന്നെ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുകയും ഇത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നത്. അറിവിന്ദയങ്ങളാട്ട് പിതാവും ചങ്ങനാശ്ശേരി നിങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളും നമ്മളും ഞങ്ങളും എല്ലാം ഒന്നാണ്, നമ്മൾ ഒന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ മഹാപ്രളയത്തിൽ ചങ്ങനാശ്ശേരിയിലെ കുട്ടനാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം വന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള അവസ്ഥയിൽ എന്തു ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിശ്ചയമില്ലാതെ കഴിഞ്ഞപ്പോൾ മത്സ്യത്തൊഴിലാളികളായ സഹോദരന്മാർ തങ്ങളുടെ വള്ളങ്ങളുമായിട്ട് അവിടെ എത്തി ആയിരക്കണക്കിന് ജീവനുകൾ സംരക്ഷിച്ചു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നു. അവർ ചെയ്ത ആ സേവനം, സ്വന്തം ജീവൻ അവഗണിച്ചു പോലും മുങ്ങിത്താഴാൻ പോകുന്ന ആ കുട്ടനാടൻ ജനതയെ സുരക്ഷിത സങ്കേതങ്ങളിൽ എത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആ സഹോദരങ്ങളെ, മത്സ്യത്തൊഴിലാളികളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ മനുഷ്യത്വമുള്ളവരാണ്, സാഹോദര്യമുള്ളവരാണ്. എവിടെ അപകടമുണ്ടോ, എവിടെ ജീവൻ അപകടത്തിലാകുമോ അവിടെ ഓടിയെത്തുവാനുള്ള ആ ഒരു ക്രൈസ്തവ മനോഭാവം പുലർത്തിയ, മനുഷ്യത്വം പുലർത്തിയ നിങ്ങളിന്ന് നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ നിങ്ങളും ജീവിക്കുവാൻ വേണ്ടി അടരാടുകയാണ്. ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശമാണ്. അതിന് ഭീഷണി ഉയരുമ്പോൾ, ജീവിതം വഴിപെട്ടു നിൽക്കുമ്പോൾ, തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ, തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ, കിടപ്പാടമില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ, ഭാവി മുഴുവൻ തകർന്നു പോകുന്ന ഒരു പ്രതിസന്ധിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ ഞങ്ങളും പങ്കുചേരുന്നു. എല്ലാവിധ പിന്തുണയും ഞങ്ങൾ അറിയിക്കുകയാണ്. സർക്കാരിനോട് ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുകയാണ്. കാരണം ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അവകാശപ്പെടുന്നത് പോലെ നന്മ ചെയ്യുമോ എന്നുള്ളതിനെക്കുറിച്ച് ബലമായ സംശയമുണ്ട്. ഇതിൻ്റെ ആസൂത്രണത്തിലും ഇതിൻ്റെ സംവിധാനങ്ങളിലുമൊക്കെ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വിഴിഞ്ഞം പദ്ധതി ഇതിനു മുമ്പ് പല പ്രാവശ്യം പല ഏജൻസികൾ പഠനവിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ പലരും ഇത് വിജയിക്കുകയില്ല, ഇത് ഈ പ്രകൃതിയെ നശിപ്പിക്കുകയുള്ളൂ, ഇവിടുത്തെ ഈ ജനത്തിന് നന്മ ചെയ്യുകയില്ല എന്നുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ അത് മാറ്റിവെച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോൾ സർക്കാർ എന്തുവന്നാലും ഇത് നടപ്പിലാക്കിയേ തീരൂ എന്നുള്ള മനോഭാവത്തോടുകൂടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വികസനം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരെ മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എന്ത് വികസനം എന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. ആരാണ് വികസിക്കുക? ഇവിടുത്തെ മണ്ണിൻ്റെ മക്കൾ, ഈ നാട്ടുകാരായ നിങ്ങൾ, ഇതിൻ്റെ ഉടമസ്ഥരായ നിങ്ങളുടെ വികസനം സാധ്യമാകുമോ? നിങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾക്കിവിടെ ജോലി നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ ഭാവി പ്രത്യാശയില്ലാതായി മാറുമ്പോൾ ആരാണ് ഇവിടെ രക്ഷപ്പെടുക? ഒരുപക്ഷെ ചില ആളുകളൊക്കെ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ ഉന്നതരായ ആളുകൾക്ക് സമ്പന്നന്മാരായേക്കാം. പക്ഷേ ഈ നാടിൻ്റെ മക്കളായ നിങ്ങൾക്ക് ശരിയായ വികസനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ പുനർപരിശോധിക്കണം, ഈ പദ്ധതി പുനർപരിശോധിക്കണം. ഇതേക്കുറിച്ച് വ്യക്തമായ പഠനം നടക്കണം. ഇവിടെ നിന്ന് വീടും തീരദേശങ്ങളും
ജോലി സാധ്യതകളെല്ലാം നഷ്ടപ്പെടുന്ന ഇവിടുത്തെ ജനത്തിന് അല്ലെങ്കിൽ മതിയായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അതൊന്നും ഉറപ്പ് പറയുവാൻ സാധിക്കുകയില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഈ അവകാശ സമരത്തിന് എല്ലാവിധ പിന്തുണയും നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.